വെൽക്കം ബാക്ക്. ലെറ്റ് ദ ട്രീസ് ടീച്ച് യു ദാറ്റ് ഗ്രോത്ത് റിക്വയർസ് പേഷ്യൻസ്. ഇതാണ് ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ. എത്ര മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മരങ്ങളുടെ സ്ലോ ആൻഡ് സ്റ്റഡി അപ്രോച്ച് നമ്മുടെ ജീവിതത്തിൽ സമാനമായ മനോഭാവം വളർത്തിയെടുക്കാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യും. നല്ല കാര്യങ്ങൾക്ക് സമയമെടുക്കുമെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓൺ ദിസ് തോട്ട് ഞാൻ ഇന്നത്തെ ഡിഷിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഒരു അഫ്ഗാനി ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ തൊലി കളഞ്ഞ് കഴുകി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഈ പൊട്ടറ്റോയെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ 3 മിനിറ്റായി, പൊട്ടറ്റോ ഇട്ടിട്ട് 3 മിനിറ്റായി. ഇനി ഞാനൊരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നു. 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 ടൊമാറ്റോ വളരെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം. നന്നായി 1 മിനിറ്റ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് പെപ്പർ പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് ചില്ലി പൗഡർ ഇതിട്ടിട്ട് 3 ഗ്രീൻ ചില്ലിയും കുറച്ച് കൊറിയാൻഡർ ലീവ്സും ഇട്ട് ലോ ഫ്ലെയിമിൽ ഇനി ഒരു 7 മിനിറ്റ് കവർ ചെയ്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ 7 മിനിറ്റായി. ഞാൻ ഇത്രയും സമയവും ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തത്. ഈ 7 മിനിറ്റും ഇത് ലോ ഫ്ലെയിമിൽ തന്നെയായിരുന്നു. അഫ്ഗാനി ഓംലെറ്റ് റെഡിയായി. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷായി മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. മെയിൻലി ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ടേസ്റ്റിയാണ്, ഫില്ലിങ്ങുമാണ്. ഞാൻ ഇവിടെ മിനിമം സ്പൈസസ് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്പൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ടേസ്റ്റ് അനുസരിച്ച് ആക്കാം, കുറച്ചുകൂടെ ഫ്ലേവർഫുൾ ആക്കാം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.